ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക അതിൻ്റെ പറിച്ചു കൊണ്ടുവന്ന് വിളവെടുത്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ തോരനുണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ തോരനുണ്ടാക്കണ വീഡിയോ ആണ്. അപ്പം ഞങ്ങളത് വെണ്ടയ്ക്ക കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചെറുതായിട്ടൊന്ന് അരിയണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം അതിൻ്റെ തോരനുണ്ടാക്കാൻ. ആ തോരനുണ്ടാക്കിയിട്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കയറി കാണണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ വെണ്ടയ്ക്കകളൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നട്ട് വളർത്തിയുണ്ടാക്കിയ സാധനം പറിച്ച് കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. അത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഓരോ തൈ നടുന്നവരാണെങ്കിലും നട്ട് വീട്ടിൽ തന്നെ അവനോന് കറിക്കുള്ളത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിനൂടെ തേങ്ങ പൊടിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും വേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് വറുത്ത് വെക്കാനാണ് നമുക്ക് വെണ്ടയ്ക്കലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് വെണ്ടയ്ക്കലേക്ക് പച്ചന ചേർത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞോളക്കെട്ടുണ്ടാവും. മറ്റേ ഇതിനകത്ത് വെള്ളം പറ്റിയില്ല ഒന്നുമില്ലാണ്ട് നമ്മുടെ ഇത് കത്തിപ്പോവും. അപ്പോൾ അത് അതുകൊണ്ട് ഇത് പതുക്കെ നമ്മൾ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി ഒന്ന് വറുത്ത് എടുക്കുക. അതിൻ്റെ വെള്ളം പറ്റിച്ച് തേങ്ങയുടെ വെള്ളം പറ്റിച്ചൊന്ന് എടുക്കുക. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ സാധനം മൂത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതുണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ 4 പച്ചമുളക് കിട്ടുന്നുണ്ട്. ഈ 4 പച്ചമുളക് കഴുകിയെടുത്തേക്കണത് ആ വെണ്ടയ്ക്കയിലേക്ക് അരിഞ്ഞിടും. ഒരു 5 ചുവന്നുള്ളി, പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. എന്നാലാണ് ആ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണ്ടേ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നുമ്പോൾ അതിൻ്റെ അധികം ഒരു ചുവന്ന മുളക്, വറ്റൽമുളക് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നന്നായിട്ട് ഈ ചതച്ച് വെച്ച ഈ സാധനങ്ങൾ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിൻ്റെ അധികം ഒരു ചെറിയ സാധനം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത്തിരി കാന്താരി മുളക് ഉണക്കി വെച്ചിട്ടുണ്ട്, അതോടെ നമ്മൾ ചെറിയ എരിവിന്. ഞാനതാണ് മറ്റേ തേങ്ങയിൽ ഇതൊന്നും ചേർക്കാത്തത്. അത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളും ചേർക്കാം. ഇതിൻ്റെ അധികം നമ്മൾ ആ കാന്താരി മുളക് ഒരു 3-4 ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇതിൻ്റെ അധികം ഉണക്കാം. കാന്താരി മുളക് പഴുത്ത് ഉണക്കി വെച്ചാണ് ഞാൻ ആരും പറഞ്ഞ ഒരു വെണ്ടയ്ക്കയ്ക്ക് ഒരു ടേസ്റ്റ് വരും. അതിൻ്റെ അധികം നമ്മൾ വെണ്ടയ്ക്കയിൽ ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരുടെ കൂടി ഒന്നിച്ച് വെന്തെന്ന് പോയി. അപ്പോൾ അതിൻ്റെ ആ ഞോളപ്പൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇത് ഈ വരണ്ട് വന്നപ്പോഴാണ് ഒരു കാര്യം നമ്മൾ ഓർത്തത്. പണ്ട് 90s 80s കാലഘട്ടത്ത് ഇതായിരുന്നു ഒരു വൈകുന്നേരം കറി. നല്ല നാടൻ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടത്ത് കൃഷിയൊക്കെ ചെയ്ത് കൊണ്ടുവന്ന കുത്തരി കൊണ്ടുവന്ന് ചൂടൻ ചോറ് വേവിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ സാധനം ഉള്ളി മുളക് മൂപ്പിച്ച് ഇട്ടിട്ട് ഒരു പിടുത്തമുണ്ട്. എന്നെ സാറേ, എന്താ അതിൻ്റെ ഒരു രുചി ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് പോണില്ല. ഇപ്പം അതൊന്നും കിട്ടാനില്ല, കൊയ്ത്തുമില്ല, പറക്കലുമില്ല, ഒന്നും ഇല്ലാണ്ടായി. ഇപ്പോൾ സാധനം മൂത്ത് വന്നു. വെണ്ടയ്ക്കയിൽ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ വരണ്ട് വരാൻ വേണ്ടിയിട്ടാണ്, നല്ല അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനം മൂത്ത് വന്നുണ്ട്, അതിനധികം നമ്മൾ ഇട്ടാണ്.
ഇളക്കി കൊടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഭംഗിയായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. സാധനങ്ങളെല്ലാം കൂടെ മൂടി അങ്ങോട്ട് സാധനം അത് തീ കുറച്ചാട്ടോ ഇടാമുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയെന്നും അത് വലിയ തീയൊക്കെ ഇട്ടിട്ട് കത്തിച്ച് കരിച്ചോ എന്ന് വെച്ചാൽ എന്നോട് വന്നിട്ട് തെറി പറയരുത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെണ്ടയ്ക്ക മൂത്തൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, വെണ്ടയ്ക്ക ഇതിങ്ങനെ ആ ഞോളക്കെട്ട് സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക ഇതിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതിങ്ങനെ നിരത്തിയിടണം. ഇങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ വെള്ളം ഞോളക്കെട്ടൊക്കെ മാറും. ഇനി തീ കൂട്ടിയിട്ടിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഈ ഞോളക്കെട്ട് മാറാൻ വേണ്ടി തീ ആദ്യം കുറച്ചിടാമുള്ളൂ. എന്നിട്ട് അതിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ ഞോളക്കെട്ടൊക്കെ മാറി കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാറുണ്ടോ, ഞോളപ്പൊക്കെ മാറി ഉണ്ടോ. ഇത് ഈ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല ഇതിൻ്റെ ഈ ഞോളപ്പ് കളഞ്ഞെടുക്കണം എങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ നിരത്തിയിടുക, മറിച്ചിടുക. ഈ അടിയിലിങ്ങനെ ഒരു ഞോളപ്പ് ഇങ്ങനെ ഒരു കറുത്ത കളറായിട്ട് വരും. കത്ത് പിടിച്ചങ്ങനെ അല്ലാതെ ഞോളപ്പാണ് കണ്ടോ. ഈ സാധനം കണ്ട തെളിഞ്ഞ് വന്നുണ്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മൾ മറ്റു സംഗതിയോടും ചേർക്കാം. അപ്പോൾ വെണ്ടയ്ക്ക ഒരിക്കലും വെണ്ടയിലെ ഞോളപ്പൊക്കെ മാറി. നമ്മുടെ വെണ്ടയിൽ ഒരിക്കലും വെള്ളം ചേർക്കരുത്. അതുപോലെ ഇത് ഉടഞ്ഞും പോകാൻ പാടില്ല. ഇത് ഉടഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ മാതിരി അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു ഇതുണ്ടാവില്ല. വെണ്ടയ്ക്ക ഉടഞ്ഞു പോകരുത്. അതുപോലെ ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. ഇങ്ങനെ ചുവന്നതൊക്കെ ഇങ്ങനെ ഇതാക്കി എടുക്കാം. കുറച്ചുകൂടെ ഡ്രൈ ആവട്ടെ. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഉണ്ടോ, വെണ്ടയുടെ ഞോളയും കാര്യങ്ങളൊക്കെ പോയി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനം അതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ വെണ്ടയ്ക്ക് വേവാനധികം സമയമൊന്നും ഉണ്ടാകുമ്പോൾ മെയിൻ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്, വെണ്ടയ്ക്ക് ടേസ്റ്റ് വന്നത്. അപ്പോൾ ഈ സാധനം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്ത് സംഗതി എടുക്കുക. ഇപ്പം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയുടെ പണി കഴിഞ്ഞു. നോക്കി, ഇത്രയും സെറ്റപ്പായിട്ട് വെണ്ടയ്ക്ക എടുക്കാൻ ഈ അടുത്ത് വെച്ചെടുത്ത് ആരെ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അത് കമൻറ്റായിട്ട് ഞങ്ങളോട് രേഖപ്പെടുത്തുക.